بسم الله الرحمن الرحيم العمل في المسح على الخفين രണ്ട് ഖുഫ തടവുന്നതിൻ്റെ കൈഫിയത്ത്. ഖുഫ തടവലെങ്ങനെ, ഖുഫ എങ്ങനെയാണ് തടകേണ്ടത്? മഹല്ലിയിലുണ്ടല്ലോ 1-ാം ജുസ് 60-ാം പേജ്. ഖുഫ തടവുന്നതിൻ്റെ ഹഖീഖിയായ രൂപം എന്താ? യദഹുൽ യുസ്റ തഹ്തൽ അഖിബി, അവൻ്റെ ഇടത്തെ കയ്യിനെ വെക്കുക തഹ്തൽ അഖിബി, വൽ യുംന അലാ ളഹിരിൽ അസാബിഇ, വലത്തെ കയ്യിനെ വെക്കുക അവിടെ മിതെ. സുമ്മ യുമിറുൽ യുംന, വലത്തേതിനെ സഞ്ചരിപ്പിക്കുക ഇലാ സാഖിഹി, തണ്ടങ്കാലിൻ്റെ ഭാഗത്തിലേക്ക്. വൽ യുസ്റ, ഇടത്തേതിനെ സഞ്ചരിപ്പിക്കുക ഇലാ അത്റാഫിൽ അസാബിഇ, ഇടത്തേക്ക്. എവിടെ മുതൽക്ക് എങ്ങോട്ട് സഞ്ചാരം? മടമ്പ് മുതൽക്ക് ഇടം വരെ എത്തുക. മുഫജ്ജിജൻ ബൈന അസാബി യദൈഹി, മുഫജ്ജിജൻ ബൈന അസാബിഇ യദൈഹി, അതാ ഖുഫ തടവുന്നതിൻ്റെ അക്മലായ രൂപം. ബിഅൻ യളഅ യദഹുൽ യുസ്റ, ബിഅൻ യളഅ വക്കൽ കൊണ്ട്, യദഹുൽ യുസ്റ ഇടത്തെ കയ്യിനെ എവിടെ വെക്കണം? തഹ്തൽ അഖിബീൻ, മടമ്പിൻ്റെ അടിയിൽ. വൽ യുംന അലാ ളഹിരിൽ അസാബിഇ, സുമ്മ യുമിറുൽ യുംന ഇലാ സാഖിഹി, തേക്കലിൽ ഇങ്ങനെ മാന്തുന്ന പോലെ. വെള്ളം മുക്കിയ കൈയാണല്ലോ ഇത്, ഇങ്ങനെ വരയിടല്. സുമ്മ യുമിറുൽ യുംന ഇലാ സാഖിഹി, ഏത് ഭാഗത്തിലേക്ക്? വൽ യുസ്റ, ഈ അടിയിൽ വെച്ചതുണ്ടല്ലോ മടമ്പിൻ്റെ അടുത്ത് വെച്ച കൈ, അതിനെ സഞ്ചരിപ്പിക്കുക ഇലാ അത്റാഫിൽ അസാബിഇ മിൻ തഹ്തി. മുഫജ്ജിജൻ, അവൻ തന്നെ വിട്ടുപിരിക്കണം, ബൈന അസാബി യദൈഹി, രണ്ട് കയ്യിൻ്റെ വിട്ടുപിരിച്ചുകൊണ്ടായി നടത്തണ്ടി. അപ്പൊ ശരിക്ക് വരയിട്ട പോലെ ഉണ്ടാവും, ഉള്ളും പുറവും എല്ലാം ആയില്ലേ. എവിടെയാ തടവേണ്ടത്, എത്ര തടവണം എന്നതിലെല്ലാം ഖിലാഫ് മദ്ഹബെല്ലാം ഉണ്ട്. ലാഹിറുഹുമ, തടകേണ്ടത് പറയുന്നത് ലാഹിറാണ് തടകേണ്ടത്, ഭൂമിയോട് ചേർന്ന ഭാഗമല്ല. പിന്നെ മുകൾ ഭാഗം അബൂ ഹനീഫ ഇമാമും ഹംബലി ഇമാമും തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ലാ യുസന്നൽ ബാത്തിനു ഖത്ആ, ഹംബലി ഇമാമ് പറഞ്ഞത് ബാത്തിൻ വേണ്ടേ വേണ്ട പോലെ. യുസന്നൽ ബാത്തിനു എന്ന് ഖൗലുൽ ഹനഫിയ്യത്തിനുണ്ട്. വറാജിഹു അദമു, ഹനഫി മദ്ഹബിലൊരു ഖൗല് ബാത്തിന് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബാത്തിൻ വേണ്ടേ വേണ്ട എന്ന് തന്നെയാണ് ആരും പറയുന്നത്. ഹനഫിക്കാര് ലായിസന്നൽ ബാത്തിന് ഖത്അ എന്നാണ് ഹംബലി പറഞ്ഞത്. ഹനഫി രണ്ട് ഖൗലായില്ലേ, ഹനഫിയിൽ മുഅ്തമദ് ലായിസന്നു അൽ ബാത്തിനു എന്നാണ്. യുസന്നു അൽ ബാത്തിനു എന്ന് എന്തുണ്ട്? ഖൗലുണ്ട്. ലാഹിറുഹുമാ വ ബാത്തിനുഹുമാ, ലാഹിറും തടവണം ബാത്തിനും തടവണം. അല്ലവ്വലു ഫർളുൻ വസാനി സുന്നത്തുൻ, ഭൂമിയോട് ചേർന്ന ഭാഗം സുന്നത്ത്, മേലെ പൊന്തിക്കിടക്കുന്ന ഭാഗം നിർബന്ധം. മാലിക്കി മദ്ഹബും ഷാഫി മദ്ഹബും അങ്ങനെയാണ് ബലപ്പെടുത്തിയത്. തടവല് രണ്ടും തടവണം, മേലെ ഉള്ളത് നിർബന്ധം, സുന്നത്ത്. മസ്ഹബുത്തുനിഹിമാ യക്ഫി, അടിയിൽ മാത്രം തടവിയാൽ മതിയാകുമോ? മതിയാകുമെന്ന് ലഈഫായ ഖൗലുണ്ട് ഷാഫി മദ്ഹബിലും മാലിക്കിയിലും.
ഭൂമിയോട് ചേർന്ന ഭാഗം മാത്രം തടവിയാലും രക്ഷപ്പെടും എന്ന് ലൈഫായ കൗലി ഷാഫിക്കാർക്കും മാലിക്കിക്കാർക്കുമുണ്ട്. മറ്റുള്ളവർക്ക് അതുമില്ല. അൽബാത്തിന് ഫഖത്തിലായ കിഫി, അൽബാത്തിന് ഫഖത്തിലായ കിഫി എന്താണ് മതിയാവൂല എന്ന് തന്നെയാണ് 4 മദ്ഹബിന്റെയും പ്രമാണം. അടിഭാഗം മാത്രം എന്താവൂല. അടിഭാഗം തടകണോ വേണ്ടയോ എന്നതിലാണ് ഇപ്പൊ ചർച്ച ഉള്ളൂ. സുന്നത്തെങ്കിലും ഉണ്ടോ എന്ന്. ഫർള് വീടാൻ എവിടെ തന്നെ വേണം. ഹുജ്ജത്തുമങ്കാല ലാഹിറുഹുമാ ഫഖത്ത്, മേൽഭാഗം മാത്രമേ കുഫ തടകുമ്പോൾ തടവാവൂ, അടിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതിൻ്റെ തെളിവെന്താ? ഹദീസ് ഹിശാം ബിൻ ഉർവ. ഇതിൽ വരുന്നുണ്ട് ഹിശാം ബിൻ ഉർവന്റെ ഹദീസ്. അതിൽ തെളിയിക്കുന്നത് എന്താ? കുഫന്റെ മുകൾ ഭാഗം മാത്രം തടവിയ ചരിത്ര പറയും. ഹുജ്ജത്തു മങ്കാല ലാഹിറുഹുമാ ഫഖത്ത്, മുകൾ ഭാഗം മാത്രം മതി. ഹിശാം ബിൻ ഉർവന്റെ ഹദീസ്. കൂടാതെ അബൂദാവൂദിലുള്ള മറ്റൊരു ഹദീസ്, ലൗകാന ദീനു ബിർറഈ, ദീൻ റഈ കൊണ്ട് പറയേണ്ടതായിരുന്നു എങ്കിൽ ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അലാഹു, മുകൾ ഭാഗം തടവുന്നതിനേക്കാൾ അടിഭാഗം തടവലായിരുന്നു വേണ്ടത്. ന്യായം പറയുകയാണെങ്കിൽ ചേറും മണ്ണും ഉതിർന്നു വേണ്ടിക്കൽ എവിടെ തടവണം? അടിഭാഗം തടവണം. പക്ഷേ വഖദ് റഅയ്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു അലാ ളാഹിരി ഖുഫൈഹി, ഞാൻ നബിതങ്ങളെ കണ്ടത് ഇങ്ങനെയാണ്. ഇത് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞതാണ്, അബൂദാവൂദിലുണ്ട്. അപ്പോൾ നബിതങ്ങൾ എവിടെ തടവിന്നാണ് അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നത്? ഖാല ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഅത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിൽ മസ്ഹി അലാ ളഹിൽ ഖുഫി സലാസത അയ്യാം, മുസാഫിരീങ്ങൾക്ക് 3 ദിവസം ഖുഫന്റെ മുകൾ ഭാഗത്ത് തടവാൻ നബിതങ്ങൾ കൽപ്പിച്ചു. ദാറഖുത്നി എന്തായി? ദാറഖുത്നി റിവായത്ത് ചെയ്തത് ശരിയായില്ലേ? ഇനി ലാഹിറും വേണം ബാത്തിനും വേണം. അങ്ങനെയാകുമ്പോൾ ഏതോ ഒന്ന് ഫർള് ഒന്ന് സുന്നത്ത്, എന്തായാലും വേണ്ടത് വേണ്ട, ലാഹിറും വേണം. എന്നിട്ട് രണ്ടും വേണം എന്നതിൽ നിന്ന് ഏതാണ് കൂടുതൽ ഊന്ന് കൊടുത്ത് നോക്കാം. ഊന്ന് കൊടുത്തത് മേലെയല്ലേ, അത് ഫർളാക്കി. അല്ലാത്തത് എന്തുവാക്കി? ആക്കി. ഇബ്നു ശിഹാബ് സുഹരി തങ്ങളുടെ പ്രസ്താവനയിൽ വരുന്നുണ്ട്. അതിൽ പറയുന്നത് ലാഹിറും വേണം. അന്നേരം മുഴുവൻ ഫർളാണോ? മുഴുവൻ ഫർളാണ് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ. ഖദറുൽ ഫർളത്തറിയാം, ഖുഫ തടവുന്നതിന്റെ ഫർളായ കണക്കത്തറിയാം. തമീം എല്ലായിടത്തും വേണം. വെള്ളം കൊണ്ട് ഒലിപ്പിക്കണ്ടെന്നേ ഉള്ളൂ, എല്ലാം ഷാമിലാക്കണം പോലും. മാലിക്കി മദ്ഹബ് അങ്ങനെയാണ്. അവർ എന്തിനോട് ഖിയാസാക്കി ഇതിനെ? അവരുടെ തല തടവുന്നതിനോട്. തല തടവുന്നിടത്ത് ഒരു രോമം പോലും ബാക്കിയാകാൻ പാടില്ല കർശനവാദം ഉന്നയിച്ചിട്ടില്ലേ അലി? അപ്പൊ എന്തായി? വേണം. പിന്നെ ജുസൂമ്മ തലയോടെ തന്നെ ഖിയാസാക്കുന്നത് വീണ്ടും ഷാഫി മദ്ഹബ്. എന്ത് മതി? ഖദറു സലാസതി അസാബിയ, 3 വിരലിന്റെ ഖദർ ഹനഫി. അതായത് സലാസു ഖുതത്തിൻ ബിൽ അസാബിഇൻ, വിരലുകൊണ്ട് 3 ലൈന്. സലാസു ഖുതത്ത് മൊത്തമൊന്നും വേണ്ട, 3 വര വീണാൽ മതി. സലാസു ഖുതത്തിൻ ബിൽ അസാബിഇൻ. പകുതിക്ക് മേലെ വേണം ഹംബലി. പകുതിയേക്കാൾ എന്ത് വേണം? അക്സറു മുഖദ്ദമി ലാഹിരിഹി, മേൽഭാഗത്തിന്റെ പകുതിയേക്കാൾ അധികം. ഖുതത്തൻ ബിൽ അസാബിഇ, കേട്ടാ. എന്ത് തന്നെ ആയാലും
ഷാഫി മദ്ഹബ് അനുസരിച്ച് വലാ യുസന്നു ഇസ്തിയാബുഹു ബിൽ മസ്ഹി. മാലിക്കി മദ്ഹബ് പരിഗണിച്ചുകൊണ്ട് മുഴുവനും തടവൽ സുന്നത്താക്കിനോ? ഏത് സുന്നത്താക്കിയതുപോലെ ഇല്ല. കാരണം നമ്മൾക്ക് കുറച്ചേ വേണ്ടും തെളിവ് കിട്ടിയുണ്ട്. നമ്മൾ മുറുകെ പിടിക്കുന്നില്ല. ഖിലാഫുൽ ഔലിയാണ് ഇസ്തിയാബാക്കലി. വൈക്റഹു തക്റാറുഹു, ആവർത്തിക്കലും. തസ്ലീസ് വേണ്ട. അഹലിയിലുണ്ട്. അഹലി ഖല്ലൂബി 160 നോക്കിയാൽ വേണ്ട പോലെ മസ്ഹുൽ ഖുഫിൻ്റെ എല്ലാ കണക്കും കിട്ടും. കണ്ടാ? ഇനി നോക്കിയാൽ മതി. മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് അൻ ഹിശാം ഇബ്നു ഉർവ. ഹിശാം ഇബ്നു ഉർവന്റെ ഹദീസാണ് ആദ്യം പറയുന്നത്. അതിൽ ഏത് മാത്രമേ വേണ്ടൂ എന്ന് കാട്ടൂ, ലാഹിർ മാത്രമേ വേണ്ടൂ എന്ന് കാട്ടൂ. അതിൻ്റെ ശേഷം സുഹരി ഇമാമിൻ്റെ പ്രസ്താവന, അതിൽ ലഹിറും ബത്തിനും വേണം എന്ന് പറയും. എന്നിട്ട് പറയും അതാണ് മുഅ്തമദ്. അന്നഹു റഅ അബാഹു, ഹിശാം എന്നവർ അവരുടെ പിതാവിനെ കണ്ടു, ഉർവയെ, യംസഹു അലൽ ഖുഫൈനി. വകാന, ആ പിതാവായിരുന്നു, ലാ യസീദു അലാ അൻ യംസഹ ളുഹൂറഹുമാ, ഇതിൻ്റെ മേലെ തടവീരി ചുരുക്കി ഒരു നിലക്കും തന്നെ, വലാ യംസഹു ബുതൂനഹുമാ. കറാഹത്താണ് എന്ന് വരെ അവർ പഠിപ്പിക്കുന്നു പോലെ. വേണ്ട പോലെ ഭൂമിയോട് ചേരുന്ന ഭാഗത്ത് വേണ്ട. തിന്നില്ലേ? മാലിക്കുൻ അന്നഹു സഅല ഇബ്നു ശിഹാബിൻ അനിൽ മസ്ഹി അലൽ ഖുഫൈനി കൈഫ ഹുവ. ആ സമയത്ത് ഫാദ്ഖല ഇബ്നു ശിഹാബിൻ ഇഹ്ദാ യദൈഹി തഹ്തൽ ഖുഫി, കയ്യിൽ നിന്ന് ഒന്നിനെ ഖുഫന്റെ താഴെ വെച്ചു, വല്ലുഖ്റാ ഫൗഖഹു, എന്നിട്ട് സുമ്മ അമറഹുമാ, റാക്കാന്ന് ശബ്ദം, അമറഹുമാ എന്നല്ല, അമറഹുമാ. അടിയിൽ വെച്ചതിന് വിരൽ വരെയും മേലെ വെച്ചതിന് തണ്ടങ്കാല് വരെയും ചലിപ്പിച്ചു. അപ്പൊ എന്തായി? ലാഹിറിലും വേണം ബാത്തിനിലും വേണം. കാല യഹ്യ ഇബ്നു യഹ്യ ലൈസി പറയുന്നു, കാല മാലിക്കുൻ, ഈ ഖുഫയെ പറ്റിയുള്ള പ്രസ്താവന നടത്തുമ്പോൾ എൻ്റെ ഉസ്താദ് മാലിക് ഇമാമ് പറയുന്നു, വഖൗലി ഇബ്നു ശിഹാബിൻ അഹബ്ബു മാ സമയതു ഇലയ്യ ഫീ ദാലിക. ഖുഫ നടന്ന വിഷയത്തിൽ ഇബ്നു ശിഹാബ് സുഹരി എന്താണോ പഠിപ്പിച്ചത് അതാണ് മുഅ്തമദ്. എന്തായി? ലാഹിറും. എന്നിട്ട് അതിൽ നിന്ന് ഫർദ് കണ്ടുപിടിച്ച്. ഫർദ് ഏതാ? മുകൾ ഭാഗം മാത്രമാണ് ഫർദ് എന്ന് ഇത്തഫഖൽ അയിമ്മത്തു അല്ലേ? ആരെങ്കിലും പറയോ അടിഭാഗമാണ് എന്ന്? അടി വേണോ വേണ്ടയോ? അടിയും വേണം. അടിയിൽ സുന്നത്തുണ്ടോ ഇല്ലേ, അല്ല അനാവശ്യമാണോ, അതിൽ കളിക്കുന്നുണ്ട്. ശരിയായില്ലേ? മാജാ, വന്നതായ ഹദീസ് ഇതിനെപ്പറ്റി, റുആഫിനെ പറ്റിയും ഖൈഇനെ പറ്റി. മൂക്കിൽ നിന്ന് ചോര ഒലിക്കുന്ന പോലും. എന്നാൽ എന്താകും? ഒന്ന്, നാസിക രക്തസ്രാവം, ഖൈഇനെ പറ്റിയും പോലും. അധിക കിതാബുകളിലും വൽ ഖൈഇന്ന് ഇല്ല, മാ ജാ ഫിർ റുആഫി എന്നാണ് അല്ലേ? കാരണം ഖൈഇനെ പറ്റി ഒരു ഹദീസും തന്നെ ഈ ബാബിൽ കൊടുത്തിട്ടുമില്ല. പിന്നെ എന്തിനാ ഈ ചില നുസ്ഖകളിൽ ഖൈഇനെ പറ്റിയും എന്ന് പറഞ്ഞത്? മാ ജാ ഫിർ റുആഫി എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ലേ അധിക നുസ്ഖയിലും കൊടുത്തതും. മൂക്കിൽ നിന്ന് ചോര വരുന്നതിൽ പറയുന്ന ബാബ് മാ ജാ ഫിർ റുആഫി വൽ ഖൈഇ എന്നും കാണുന്നുണ്ടല്ലോ. അതേസമയത്ത് ഖൈഇനെ സംബന്ധിച്ച് ഹദീസ് ഒന്നും കൊടുക്കുന്നുണ്ടോ? അപ്പൊ എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? റുആഫിന്റെ എല്ലാ വിധികളും ഖൈഇനും ഖിയാസാക്കിക്കൊള്ളണം എന്നതിലേക്കുള്ള ഒരു പാഠമാണ് ബാബ്. ബാബു മാ ജാ ഫിർ റുആഫി വൽ ഖൈഇ എന്ന് പറഞ്ഞാൽ
കൈയിൻ്റെ ഹദീസ് ഇതിൽ കാണൂലെങ്കിലും റുആഫിൻ്റെ അതേ വിധി തന്നെയാണ് കൈ ഇന്നും എന്ന് കണക്കൂട്ടിക്കൊള്ളണം എന്നതിലേക്കുള്ള ഇശാർത്ത. 37-ാം പേജിൽ തന്നെ നമ്മൾ റുആഫിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കിതാബിൽ. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് റുആഫിൽ കൂടുതൽ അറിയണ്ടെങ്കിൽ 13-ാം പേജ് എത്തണം. പലതും പറയുന്ന കൂട്ടത്തിൽ 7-ാം പേജിൽ എന്തിൻ്റെ മസലകൾ മുൻകടന്നിട്ടുണ്ട്. റുആഫിൻ്റെ മൂക്കിൽ നിന്ന് ചോര പോയാൽ എന്ത് വേണം? റുആഫ് എന്ന് പറഞ്ഞാൽ അദ്ദമു യഖ്റുജു മിനൽ അംഫി എന്നാണ്. ഖുറൂജു ദമി മിനൽ അംഫീൻ അല്ലേ? നസ്റ യൻസുറു പോലെ വായിച്ചോ, ഏത് വായിച്ചാലും തെറ്റ് വരില്ല. നസ്റ യൻസുറുണ്ട്, മനാ യംനഉണ്ട്, കർമ യക്റുമുണ്ട് അല്ലേ? സമിയ യസ്മഉണ്ട്, എല്ലാം ഉണ്ട്. എന്താ ഇവിടെ മസല പറയുന്നത്? അൽ ഖൈഉൽ ഫാഹിഷു വദ്ദമുൽ ഫാഹിഷു യൻഖുലാനിൽ വുളുവാ. കഠിനമായ രൂപത്തിൽ ചോരപോക്ക്, ശക്തമായ രൂപത്തിൽ ഛർദ്ദിക്കൽ വുളു മുറിച്ച് കളയും എന്ന് ഹംബലി, ഹനഫി. ചുരുക്കമായി ഒന്നുകൊടുത്ത് ശേഷം നജാസത്ത് പുറപ്പെടാൻ പാടില്ല. കുറഞ്ഞത് പുറപ്പെട്ടു. അത് മുന്തുകാലം ബിന്ദുകാലം എന്ന കൈതൊന്നും ഇല്ല പോലും. നജാസത്ത് എവിടെ നിന്നും വരാൻ പാടില്ല ഒന്നുകൊടുത്ത ശേഷം. മുറിവിൽ നിന്നായാലും വന്നാൽ പോയ തന്നെ എന്നാണ്. ചോര പോയി അല്ലെങ്കിൽ ഛർദി വന്നു, നജാസത്തല്ലേ, മഹഫൂവല്ലാത്ത കതിറാണ്. എന്നാൽ ഒന്ന് മുറിയും. ഒന്ന് മുറിയൂല എന്നാണ് മാലിക്കി, ഷാഫിഈ ബയാൻ പറഞ്ഞിട്ടുണ്ട്. മാലാ യജിബു ഫീഹിൽ വുളൂ. 8-ാം പേജിൽ നമ്മൾ തുടങ്ങിയത് തന്നെ അങ്ങനെയല്ലേ? മാലാ യജിബു ഫീഹിൽ വുളൂ അതിൽ പറഞ്ഞിട്ടുണ്ടല്ല. ശരീരത്തിൽ നിന്ന് ചോര പോയി എന്നത് കൊണ്ടൊന്നും എന്താവൂല, വുളൂ മുറിയൂല. ആ സ്ഥലം വൃത്തിയാക്കണ്ടെങ്കിലാക്കിക്കോ. കുറേ സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? അതുകൊണ്ട് തന്നെ പറയുന്നത് ചോര പോയതിൻ്റെ പേരിൽ ഒന്നുകൊടുത്തു എന്ന് കാണും. അവിടെ രക്തം കഴുകിക്കളഞ്ഞു എന്ന മാനയാണ് ഇവർ വെക്കുന്നത്. ഒന്നും മുറിയൂല എന്ന് പറയുന്നവർ എന്താക്കുന്നു? മാലിക് ഇമാമും ഷാഫി ഇമാമും ചുമത്തി തവല്ലാ എന്ന് പറഞ്ഞതിനെ ട്രാൻസ്ഫറാക്കണം പോലും. ഏത് മേനാക്ക്? കഴുകലിനോട്. തവല്ലാ ഹഖീഖത്തൻ തന്നെയാണ് എന്ന് ഹംബലിക്കാരും ഹനഫിക്കാരും കഠിനമായി വാദിക്കുന്നു. ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്. ഇതിനനുസരിച്ച് ഇനി മസലകൾ വരും. മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് അന്നാഫിയൻ അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ കാന ഇദാ റഅഫ യുൻസറഫ. മൂക്കിൽ നിന്ന് ചോര വരുമ്പോൾ പോകും. അങ്ങനെ ഫതവല്ലഅ, പിന്നീട് ഒന്ന് മാറ്റിയെടുക്കും. സുമ്മ റജഅ ഫബനാ, ബാക്കി നമസ്കരിച്ച് പൂർത്തിയാക്കും. കിട്ടിയെടുത്തുനിന്ന് ആദ്യം നിസ്കരിച്ച് അതേ സ്ഥലത്ത് വരത്തല്ല, എവിടുന്നാണോ സൗകര്യപ്പെടുന്നത് അവിടുന്ന് പൂർത്തിയാക്കും ബാക്കി റക്അത്ത്. വലം യതകല്ലം, ഇടയിൽ നിന്ന് നജാസത്ത് ചവിട്ടലോ ഖിബ്ലയെ തൊട്ട് പിന്തിരിയലോ സംസാരിക്കലോ ഉണ്ടോ? ഇല്ല. എന്താ തെളിവാടെ? അവിടുന്ന് എന്തെല്ലാം പഠിക്കണ്ടി? നജാസത്ത് പുറപ്പെട്ടാൽ എന്തായി? ഒന്ന് മുറിഞ്ഞു, അതുകൊണ്ടല്ലോ ഒന്ന് എടുക്കുന്നത്. അവിടെ അല്ല നമുക്കിപ്പം ചരിത്രം. പിന്നെന്താ? ആ സമയത്ത് വലം യതകല്ലം, വേറെ സംസാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്ന് പുതുക്കിയെടുത്തിട്ട് ബാക്കി നമസ്കരിച്ചു. അതൊരു പുതിയ അനുഭവം തന്നെയല്ലേ? ബാക്കി പോരാല്ലോ, തലക്കുന്നേ മാറ്റണ്ടേ? അത് ഇങ്ങനെ വമൻ സബഖഹുൽ ഹദസു ഫി സ്വലാത്തി, ഒരു തന്നെ അപ്രതീക്ഷിതമായി ഒതു മുറിഞ്ഞാൽ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടായാൽ ഇൻസ്വറഫ അതവല്ലഅ വബന, എന്താക്കണം? ബാക്കി നമസ്കരിച്ചാൽ മതി.
പക്ഷേ ഇടയിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല, നിജാസത്ത് ചവിട്ടരുത്, പിന്നെ കിവില തെറ്റരുത് എന്നെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതേ സ്ഥലത്തേക്ക് തന്നെ വരാൻ കാത്തിരിക്കരുത്. പള്ളിയിൽ ഒന്നാം സഫിന്നാന്നുള്ളൂ പറഞ്ഞത്, അവിടത്തേക്ക് തന്നെ വന്നാൽ പിന്നെ കുറെ പേച്ചില്ലേ. എന്ത് വേണോ ക്രിസ്ത്യൻ സ്ഥലത്ത് നിസ്കരിക്കൽ, എന്നാലും ലാഭമുണ്ട്. എന്താ മതി. ഇത് മാലിക്കി മദ്ഹബിൽ മൂക്കി പൊട്ട് വലിക്കുന്നതിന് മാത്രമേ കഴിയുള്ളൂ, വേറെ എവിടെയില്ല. ബാക്കി എല്ലാ സൂറത്തിലും തലക്കുന്നതിനെ മാറ്റണം എന്നാണ്. ഹനഫിക്കാരൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ മതി. വമൻ സബഖഹുൽ ഹദസു ഫി സ്വലാത്തി, വിചാരിക്കാത്ത രൂപത്തിൽ എന്തായിപ്പോയി ഒന്നു മുറിയുന്ന കാര്യം ഉണ്ടായാൽ പോയിക്കോ, ഒന്നു എടുക്ക്, എന്നിട്ട് എന്താക്ക്. അല്ല ഹിദായയിലും മറ്റും ഹനഫിക്കാർ സ്ഥാപിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായം പലർക്കും ഉണ്ട്. അബൂ ഹനീഫ് ഇമാം പറഞ്ഞിട്ടുണ്ട്. മാലിക് ഇമാം റുവാഫിൻ്റെ അടുത്ത് മാത്രം, റുവാഫിൻ്റെ അടുത്ത് അങ്ങനെ വിട്ടുവീഴ്ചയുണ്ട് പോലും. അഹ്മദ് ബിൻ ഹംബലിന് ഒരു കൗലുണ്ട്, ഇങ്ങനെ മദീന്. ഹനഫിക്കാർ പറഞ്ഞ പോലെ എന്ത് മദീൻ. ഷാഫി മദ്ഹബിനും കൗലുണ്ട്, മാലിയിലുണ്ട് 179 കതി കണ്ടാ 179 ഫൈൻ താഴ്മതല്ലാതെ സഫലായി വിനീതിമാ. അവൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഹദസാണെങ്കിലോ ബാക്കി മതിയാകോ? അവൻ ആദിക്കുന്നേ മാറ്റി ചെയ്യുക തന്നെ വേണം. ഖത്അൻ ഉറപ്പായിട്ട് എല്ലാ മദ്ഹബും കീഴ്പ്പെടുന്നുണ്ട് ഇല്ലേ? എന്താ എന്ന് അബൂ ഹനീഫ ഇമാമ് പ്രമാണമായിട്ട് പറഞ്ഞു. മാലിക് ഇമാമ് റുആഫിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു. ഹംബലി ഇമാമിൻ്റെ ഒരു കൗല്, ഷാഫി ഇമാമിൻ്റെ ഒരു കൗല് എല്ലായിടത്തുമുണ്ട്. അന്ന് ശക്തിയുള്ളതല്ല അല്ലേ? മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് അന്നഹു ബലഗഹു, മാലിക് ഇമാമിന് എത്തി അന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കാന യർഉഫു, അവർക്ക് മൂക്ക് പൊട്ടി വലിക്കാറുണ്ട്. ഫയഖ്റുജു, നേരെ പോകും. ഫയഗ്സിലു ദമ സുമ്മ യർജിഉ ഫയബ്നി അലാ മാ ഖദ് സല്ലാ. എന്തായി ഇവിടെ ഒന്ന് മാറ്റിയെടുത്തു എന്നല്ല വരുന്നത്, കഴുകിക്കളഞ്ഞു. അതിന് ഫസലൊന്നും നീളൂലല്ല, ഒന്നും ആകാനും ഇല്ലല്ലോ. നമസ്കാരത്തിന് രാജി വരാനുണ്ടാ ഇല്ല. ഫതവല്ല എന്ന് കണ്ടാൽ ഖസലദ്ദമ എന്ന് ചുമത്തിക്കൊള്ളണം പോലും. ഷാഫി ഇമാം പറഞ്ഞതായിട്ട് ബൈഹഖി റിവായത്ത് ചെയ്യുന്നു. മാലിക് ഇമാമും ഷാഫി ഇമാമും ആ രൂപത്തിൽ ആഞ്ഞടിച്ച് പറയുന്നുണ്ട് പോലും. ഇല്ല അങ്ങനെ വെക്കാൻ പറ്റൂല എന്ന് അഹ്മദ് ബിൻ ഹംബലും അബൂ ഹനീഫ ഇമാമും പറയുന്നുണ്ട് ഇല്ലേ? അതിനനുസരിച്ച് ഇനിയുള്ള ഹദീസുകൾ ചുമത്തണം. മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് അൻ യസീദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ഖുസൈത്ത് അൽ-ലൈസി റളിയല്ലാഹു തആല അൻഹു അന്നഹു, അവർ സഈദ് ബിൻ മുസയ്യിബിനെ കണ്ടു. മൂക്കിൽ നിന്ന് ചോര പോയി നമസ്കരിച്ചു കൊണ്ടിരിക്കെ. ഫാതാ ഹുജ്റത ഉമ്മി സലമ, ഒരു ഗൈറിയുടെ അടുത്തുള്ള റൂം ഉമ്മു സലമ ബീവിൻ്റെ, ഒരാളൊന്നുമില്ല, അവിടെ കയറി. എന്ത് കൊണ്ടുവരപ്പെട്ടു? വെള്ളം കൊണ്ടുവരും. പരമാവധി യാത്ര കുറച്ച്. ഹുജ്റത്ത് ഉമ്മി സലമ പറയാൻ കാരണം അഖ്റബുൽ മസ്ജിദി എന്നാണ്. എന്നാലല്ലേ മഷി കുറഞ്ഞു കിട്ടുള്ളൂ. നമസ്കാരത്തിൻ്റെ ഇടയിലല്ലേ ഈ പോകുന്നത്. വയ്യ വന്നിട്ട് ബാക്കിയല്ലേ ചെയ്യൂ. അപ്പം അനങ്ങാണ്ട് കുലിങ്ങാണ്ട് പോട്ടെ അല്ലേ? അത്രയും അതിന് പൊറുക്കപ്പെടും. കലക്കുന്നേ ചെയ്യണ്ട എന്നല്ലേ കിട്ടുന്നു. അതുള്ള റൂലത്തിന് തെറ്റാന്ന് പറഞ്ഞു. മൂക്ക് പൊട്ടി വലിച്ചാലുള്ള നിയമം എന്താ? മാലിക്കുൻ അൻ അബ്ദുറഹ്മാൻ ബിൻ ഹർമല
അന്നഹു ഖാല റഅയ്തു സഈദ ഇബ്നുൽ മുസയ്യബ് യർഉ فيخرج منه الدم അവനിൽ നിന്ന് ചോര പോകാറുണ്ട് حتى തഖ്തലിബ അസാബിഹു من الدم അവരുടെ കൈ പൊരുങ്ങുന്നു ദം കൊണ്ട് الذي يخرج من أنفه മൂക്കിൽ നിന്ന് പുറപ്പെട്ട ചോര പുരണ്ടിട്ട് കളറ് വന്നു കൈക്ക് വിരലിന് ثم يصلي ولا يتوضأ എന്നിട്ടും അവർ എന്താക്കി നിസ്കരിച്ചു ഒന്നും എടുത്താ ഇല്ല. ഇതാണ് ഷാഫിക്കാരും മാലിക്കിക്കാരും പിടിച്ചത് മൂക്കിൽ നിന്ന് ചോര പോയി കൈക്ക് തോണ്ടുമ്പോൾ കൈയിൻ്റെ വിരലിലേക്ക് ചോര പടർന്നു വീണു പോലും എന്നിട്ട് എന്താക്കിയിട്ടില്ല പക്ഷെ അത് അരച്ച് കളഞ്ഞു എന്ന് പറയുന്നുണ്ട് വിരൽ കടൽ എന്താ തുണി കൊണ്ടോ ഇങ്ങനെയെങ്കിലും അത് അരച്ച് പുറത്ത് അല്ലേ നന്നേ കുറവാണ് ഈ വെറുതെ വീലാക്കുന്നത് ഒന്ന് മുറിയുമെന്ന് പറഞ്ഞിട്ടില്ലേ അമ്പലിക്കാറും അനഫിക്കാറും നന്നേ കുറവായിരിക്കും പോലും വിരലോണ്ട് തോണ്ടിയാൽ ഇങ്ങനെ കിട്ടിയെന്ന് മാത്രം നന്നേ കുറവാണെങ്കിൽ ഒന്ന് മുറിയോ മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് മുജബ്ബർ അന്നഹു റഅ അവർ കണ്ടു സാലിം ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തങ്ങളെ യഖ്റുജു മിൻ അൻഫിഹി യദ്ദമു അവരുടെ മൂക്കിൽ നിന്ന് എന്ത് പോയി പോയി ഹത്താ തഖ്തലിബ അസാബിഹു സുമ്മ യഫ്തിലുഹു അതിനെ പിരിച്ചു കളഞ്ഞു ഇങ്ങനെ കൈ വിരലും തമ്മിൽ വരച്ചിട്ട് കളഞ്ഞു അപ്പൊ എന്തായി ഇബ്നു ഉമർ തങ്ങളുടെ ഹദീസ് വന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ഹദീസ് ആദ്യം വന്നില്ലേ മാലിക്കുൻ നാഫിൻ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ കാന ഇദാ റഅഫ ഇൻസറഫ ഫതവല്ലഅ ثم رجع فبنى ولم يتكلم അടാ ഫതവല്ലഅ എന്ന് പറഞ്ഞാൽ യസീദ് ഇബ്നു അബ്ദുല്ലാഹിന്റെ ഹദീസ് അതെടുത്തോ യസീദ് ഇബ്നു അബ്ദുല്ലാഹിന്റെ ഹദീസ് ഉണ്ടാ ഇല്ലേ മാലിക്കുൻ അതെ ഇതേ ഹദീസ് യസീദ് ഇബ്നു അബ്ദുല്ലാഹി ഇല്ലേ ഫതവല്ലഅ എന്ന് പറഞ്ഞാൽ വുളൂഹു ലിസ്സലാത്തി തന്നെയാണ് മുറാദ് ഫതവല്ലഅ എന്ന് പറഞ്ഞാൽ അവിടെ ജർഖാനി ഇമാമ് ചുമത്തി ചോര നീക്കി കളഞ്ഞു ഓരോ മദ്ഹബിനോടക്കാൻ വേണ്ടി ഒന്നും മുറിഞ്ഞിട്ടില്ല അങ്ങനെയല്ലേ മാലിക്കി മദ്ഹബ് ഒന്നാമത്തെ വായന എന്താന്ന് റുആഫിൻ ആഖിലാണ് അങ്ങനെ തന്നെ വക്കലാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ സംബന്ധിച്ച് നല്ലത് അതെ വെള്ളം അങ്ങനെ ആയിക്കോട്ടെ വെള്ളം കൊണ്ടുവന്ന കയ്യങ്ങ് കയറ്റി പാഞ്ഞ് കയറിയെന്ന് അങ്ങനെ തെരുവിയിൽ ചെയ്ത് പക്ഷേ അങ്ങനെ തെരുവിയിൽ ചെയ്യാതിരിക്കൽ നല്ലത് പോലും എന്തേ വൽമായനല്ല അബ്ബലു അല്ലദീ യുഫീദു അന്ന റുആഫ നാഖിദു ഇൻദഹു അൽയഖു ബിഹി അത് നേരാവണ്ണം വെക്കാൻ തെളിവുണ്ട് ലിമാ റുവിയ അന്നഹു ഖാല ഇൻ റഅഫ്ത ഫി സ്വലാത്തി ഫശ്തുർ മൻഖറൈക വസല്ലി കമാ അൻത നമസ്കാരത്തിൽ നിനക്കെന്തായി ചോര ഒലിച്ചാൽ മൂക്കിൽ നിന്ന് അല്ലേ ഫൈൻ ഖറജ ചോര പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒന്നുമില്ല പോലും മൻഖറിന് തടസ്സം പറ്റാൽ മതി ഫൈൻ ഖറജ മിൻ ദമിൻ ശൈഉൻ ഫതവല്ലൽ വാതിമ അലാ മാ മളാ മാ ലം തതകല്ലം എന്താണ് ഒന്ന് മാറ്റിയെടുക്കുക തന്നെ വേണം ബാക്കി നമസ്കരിച്ചാൽ മതി സംസാരിച്ച് പോയിട്ടില്ലെങ്കിൽ മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അന്നൽ മുറാദ ഫതവല്ലഅ എന്ന് പറഞ്ഞാൽ എന്തുതന്നെയാണ് ഫതവല്ലഅ എന്ന് നേരത്തെ പറഞ്ഞില്ലേ ഇബ്നു ഉമർ തങ്ങളുടെ ഹദീസ് ഫതവല്ലഅ അവിടെ പറയും ഓരോ മദ്ഹബ് തന്നെ ഈ പറഞ്ഞ ആൾക്ക് തന്നെ ഒന്ന് മുറിഞ്ഞു എന്നുള്ള അഖീദയാണ് പോലും ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഫതവല്ലഅ എന്ന് പറഞ്ഞാൽ കൈ കഴുകി ശുദ്ധിയാക്കി എന്ന് ചുമത്താതിരിക്കൽ നല്ലത് നേരെ തന്നെ പറഞ്ഞു കൊടുത്തക്കൽ കാരണം നമസ്കാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നത് അല്ലേ